പണം എന്നത് വെറും അക്കങ്ങളുടെയും കണക്കുകളുടെയും വിഷയമല്ല. മനുഷ്യന്റെ മനസ്സും വികാരങ്ങളും അനുഭവങ്ങളും ചേർന്നുണ്ടാകുന്ന ശക്തമായ മനഃശാസ്ത്ര വിഷയമാണ്. ദ സൈക്കോളജി ഓഫ് മണി എന്ന ഈ പുസ്തകം പണത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ രൂപപ്പെടുന്നു, സാമ്പത്തിക തീരുമാനങ്ങളിൽ യുക്തിയേക്കാൾ വികാരങ്ങൾ എങ്ങനെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെയെല്ലാം ലളിതവും എന്നാൽ ആഴമുള്ളതുമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത്തരം മികച്ച പുസ്തകങ്ങളുടെ സമ്മറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വ്യത്യസ്ത ജീവിത പശ്ചാത്തലങ്ങളിൽ വളർന്ന ആളുകൾ ഒരേ സാമ്പത്തിക സാഹചര്യം നേരിടുമ്പോൾ പോലും വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനാണ് ഈ പുസ്തകം ഉത്തരം തേടുന്നത്. സമ്പാദ്യം, ചെലവ്, നിക്ഷേപം, അപകട സാധ്യത, ഭാഗ്യം, സമയത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങൾ മനുഷ്യ മനസ്സിന്റെ കോണിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് ദീർഘകാല സാമ്പത്തിക വിജയത്തിന് ആവശ്യമായ ചിന്താഗതിയാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ സാമ്പത്തിക പദപ്രയോഗങ്ങൾ ഇല്ലാതെ യഥാർത്ഥ ജീവിത കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റിമറിക്കാൻ ഈ പുസ്തകം വായനക്കാരനെ ക്ഷണിക്കുന്നു. പണം എങ്ങനെ സമ്പാദിക്കാം എന്നതിലുപരിയായി പണത്തെ എങ്ങനെ മനസ്സിലാക്കാം, അതിനോടെങ്ങനെ ബുദ്ധിപൂർവം പെരുമാറാം എന്നതാണ് ദ സൈക്കോളജി ഓഫ് മണി നമ്മളെ പഠിപ്പിക്കുന്നത്. നോ വൺ ഈസ് ക്രേസി. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും പണം സംബന്ധിച്ച തീരുമാനങ്ങളിലും ആരും വെറുതെ എടുത്തു ചാടുന്നതല്ല. ഓരോരുത്തരും സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ കണ്ട സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബത്തിന്റെ നില, തൊഴിൽ സുരക്ഷ, വിജയങ്ങളും പരാജയങ്ങളും ഇവയൊക്കെയാണ് നമ്മുടെ മണി മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നത്. 1990കളിലെ റിസഷൻ കണ്ട ഒരാൾക്കും 2008ലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ച ഒരാൾക്കും സ്ഥിരമായ വളർച്ച മാത്രം കണ്ട ഒരാൾക്കും പണത്തെക്കുറിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ഭയപ്പെടുന്ന ഒരാളെ അവന് റിസ്ക് എടുക്കാൻ പേടിയാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ അവൻ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അച്ഛൻ ഓഹരി വിപണിയിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ? അവൻ്റെ ഭയം യുക്തിപരമാണ്. മറുവശത്ത് അഗ്രസീവായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും വലിയ സാമ്പത്തിക നഷ്ടം കണ്ടിട്ടില്ല എങ്കിൽ അവൻ്റെ ആത്മവിശ്വാസവും യുക്തിപരമാണ്. പുസ്തകങ്ങൾ, എക്സ്പേർട്സ്, അഡ്വൈസേഴ്സ് എല്ലാവരും ശരിയായ ഫിനാൻഷ്യൽ റൂൾസ് പഠിപ്പിക്കും. പക്ഷേ ആ നിയമങ്ങൾ നമ്മൾ പിന്തുടരുമോ ഇല്ലയോ എന്നത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ ഉപദേശം 2 പേർക്ക് നൽകിയാൽ ഒരാൾ അത് പിന്തുടരുന്നതും മറ്റൊരാൾ ഉപേക്ഷിക്കുന്നതും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ധനകാര്യ തീരുമാനങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അതുപോലെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്കിത് ചേരുന്നുണ്ടോ എന്ന ചോദ്യം സ്വയം ചോദിക്കുക. ഭാഗ്യവും അപകട സാധ്യതയും. നമ്മൾ വിജയിച്ച ആളുകളെ നോക്കി അവരുടെ കഴിവുകളെ പുകഴ്ത്തും, പരാജയപ്പെട്ടവരെ നോക്കി അവരുടെ പിഴവുകളെ കുറ്റപ്പെടുത്തും. പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ഒരേ കഴിവുള്ള 2 പേരിൽ ഒരാൾ അത്യന്തം വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യാം. കാരണം ടൈമിംഗ്, ലക്ക്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തുടങ്ങി പലതുമാകാം. ബിൽഗേറ്റ്സിന്റെ ഉദാഹരണം നോക്കാം. ലോകത്തിൽ ഏറ്റവും വിജയിച്ച വ്യക്തികളിൽ ഒരാൾ. പക്ഷേ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു അപൂർവ സാഹചര്യത്തിൽ വളർന്നു. അതൊരു ഭാഗ്യമായിരുന്നു. കഴിവില്ലായിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ സാഹചര്യവും അദ്ദേഹത്തിനൊപ്പം നിന്നു. റിസ്ക് എല്ലായ്പ്പോഴും കാണാൻ പറ്റില്ല. ഒരു ബിസിനസ് തകർന്നാൽ നമ്മൾ പറയുന്നത് അവൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു, അതുകൊണ്ട് അവൻ്റെ ബിസിനസ് തകർന്നുപോയി എന്നാണ്. പക്ഷേ ആ പരാജയത്തിന് പിന്നിൽ സാമ്പത്തിക മാന്ദ്യം, സർക്കാർ നയങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ വിജയിച്ചത് മുഴുവൻ എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന അഹങ്കാരം അപകടകരമാണ്. അവൻ പരാജയപ്പെട്ടത് അവൻ്റെ മണ്ടത്തരം കൊണ്ടാണ് എന്ന ചിന്തയും തെറ്റാണ്. ഔട്ട്കം ലഭിക്കുന്നത് പലപ്പോഴും നമ്മുടെ നൈപുണ്യങ്ങൾ കൊണ്ട് മാത്രമാകണം എന്നില്ല. അതുകൊണ്ട് വിജയികളെ കോപ്പി ചെയ്യുന്നതിന് പകരം അവരുടെ ലക്ക് ഫാക്ടർ കൂടി പരിഗണിക്കണം. അതുപോലെ പരാജയപ്പെട്ടവരിൽ നിന്നും പഠിക്കുമ്പോൾ അവരെ മുഴുവൻ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. നെവർ ഇനഫ്. ഒരിക്കലും മതിവരാത്ത മനോഭാവം. മോർ എന്ന ആഗ്രഹം നിയന്ത്രണം വിട്ടാൽ പണം നമ്മളെ രക്ഷിക്കില്ല. പണം, പവർ, ഫെയിം എല്ലാം നല്ലതാണ്. പക്ഷേ അവയ്ക്കൊരു പരിധി ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം.
കൂടുതൽ നേടാനുള്ള ആഗ്രഹം നമ്മളെ അനാവശ്യ റിസ്കുകൾ എടുക്കാൻ പ്രേരിപ്പിക്കും. സമൂഹം നമ്മളോട് എന്നും പറയും, അവനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യണം, അവനേക്കാൾ വലിയ കാർ വേണം, ഇതിലും മികച്ച ലൈഫ് സ്റ്റൈൽ വേണം. ഇതിന്റെ ഫലം എന്താണ്? സംതൃപ്തി ഇല്ലായ്മ. മതി എന്ന് തീരുമാനിക്കുന്ന നിമിഷത്തിലാണ് നമുക്ക് സാമ്പത്തികമായ സമാധാനം ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ ആംബിഷൻ ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് നമുക്ക് എത്രയാണ് വേണ്ടത് എന്ന് കൃത്യമായി നമുക്കറിയണം. നമുക്ക് എത്രയാണ് വേണ്ടത്? ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം ഇല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാകില്ല. അതുകൊണ്ടാണ് പല സമ്പന്നരും ജീവിതത്തിൽ അൺഹാപ്പിയായി തുടരുന്നത്. കുഴയ്ക്കുന്ന കൂട്ടുപലിശ. പണം വളരുന്നതിനായി ഏറ്റവും ശക്തമായ മാർഗം എന്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുക: കോമ്പൗണ്ടിംഗ്. പക്ഷേ അതേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ആശയവും അതുതന്നെയാണ്. കൂട്ടുപലിശയുടെ ശക്തി നമ്മൾ സാധാരണ കരുതുന്നതിലും വലുതാണ്. ചെറിയ റിട്ടേൺസ്, ദീർഘകാലം, സ്ഥിരത, ഇവയാണ് കോമ്പൗണ്ടിങ്ങിന്റെ രഹസ്യം. വാറൻ ബുഫെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയ ഭാഗം എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് കൊണ്ടല്ല, എക്സ്ട്രാ ഓർഡിനറി ടൈം കൊണ്ടാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നിക്ഷേപം ആരംഭിച്ചു. 90കളിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 70 വർഷത്തിലധികം കോമ്പൗണ്ടിങ്. ആളുകൾ സാധാരണ ചോദിക്കുന്നത് എത്ര റിട്ടേൺ എന്നാണ്. എന്നാൽ ശരിയായ ചോദ്യം എത്ര കാലം നിക്ഷേപിക്കണം എന്നതാണ്. ഒരു വർഷം 100% റിട്ടേൺ കിട്ടിയാൽ സന്തോഷമാണ്. പക്ഷേ അത് 30-40 വർഷം നിലനിർത്താൻ നമുക്ക് കഴിയുമോ? സാധാരണ ഇല്ല. അതിനാൽ തന്നെ മിതമായ വരുമാനം പ്ലസ് ദീർഘകാലം, ഇതാണ് വൻതോതിലുള്ള സമ്പത്ത് ഉണ്ടാക്കുക. പക്ഷേ കോമ്പൗണ്ടിങ്ങിന് ഒരു ശത്രുവുണ്ട്: അക്ഷമ. ഇടയ്ക്കിടെ സ്ട്രാറ്റജി മാറ്റുന്നത്, മാർക്കറ്റ് താഴുമ്പോൾ പാനിക് സെല്ലിംഗ് ചെയ്യുന്നത്, കുറഞ്ഞ കാലത്തെ റിട്ടേൺസ് തേടുന്നത്, ഇതെല്ലാം കോമ്പൗണ്ടിങ്ങിനെ തകർക്കും. നല്ല നിക്ഷേപം എന്നാൽ ഏറ്റവും ഉയർന്ന വരുമാനം നേടുക എന്നതല്ല, കഴിയുന്നത്ര കാലം ന്യായമായ വരുമാനം നേടുക എന്നതാണ്. പണം ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും. പണം ഉണ്ടാക്കുന്നതും പണം നിലനിർത്തുന്നതും ഒരേ കഴിവല്ല. പണമുണ്ടാക്കാൻ പലപ്പോഴും റിസ്ക് എടുക്കണം, ബോൾഡ് ഡിസിഷൻസ് വേണം, കോൺഫിഡൻസ് വേണം. പക്ഷേ പണം നിലനിർത്താൻ വേണ്ടത് അതിൻ്റെ എതിരാണ്: കോഷൻ, ഹ്യൂമിലിറ്റി, ഫിയർ ഓഫ് റൂയിൻ. ചരിത്രം നോക്കിയാൽ ഒരിക്കൽ സമ്പന്നരായിരുന്ന പലരും പിന്നീട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? അവർ ഐ വോണ്ട് ഫെയിൽ എന്ന മൈൻഡ് സെറ്റിലേക്ക് വീണു. നിങ്ങൾക്ക് ഇല്ലാത്തതിനും ആവശ്യമില്ലാത്തതിനും വേണ്ടി നിങ്ങളുടെ കൈവശമുള്ളതും ആവശ്യമുള്ളതും അപകടത്തിലാക്കേണ്ട ഒരു കാര്യവുമില്ല. സ്റ്റേയിങ് വെൽത്തി എന്നത് ആവേശമുണ്ടാക്കുന്ന നീക്കങ്ങൾ അല്ല, അത് വിരസമാണ്. എമർജൻസി ഫണ്ട് ഉണ്ടാക്കൽ, കുറഞ്ഞ കടം, യാഥാസ്ഥിതികമായ ആസൂത്രണം, ദീർഘകാല ചിന്ത, ഇതെല്ലാം വേണം. പലർക്കും പ്രശ്നം എന്താണെങ്കിൽ സമ്പത്ത് വരുമ്പോൾ ഡിസിപ്ലിൻ പോകും. വിജയം കോൺഫിഡൻസിനെ ഓവർ കോൺഫിഡൻസ് ആക്കും. ഓവർ കോൺഫിഡൻസ് റിസ്കിനെ അന്ധമാക്കും. ആദ്യം വേണ്ടത് അതിജീവനമാണ്, രണ്ടാമതാണ് വളർച്ച. മാർക്കറ്റിൽ ജീവിച്ചിരിക്കുക, തുടരുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. വലിയ റിട്ടേൺസ് നേടുന്ന ഒരാൾ മാർക്കറ്റിൽ നിന്ന് പുറത്തായാൽ കോമ്പൗണ്ടിംഗ് അവിടെ അവസാനിക്കും. അതുകൊണ്ട് നാശം ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക. അപൂർവ സംഭവങ്ങളുടെ ശക്തി. ജീവിതത്തിലും നിക്ഷേപത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഭൂരിഭാഗവും അപൂർവമായ കുറച്ച് സംഭവങ്ങൾ കൊണ്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലെ 5 മുതൽ 10 വരെ തീരുമാനങ്ങളാണ് നമ്മുടെ മുഴുവൻ സാമ്പത്തികമായ ഭാവി നിർണ്ണയിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികളിൽ ഭൂരിഭാഗവും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റിട്ടേൺസ് ആണ് നൽകുന്നത്. പക്ഷേ വളരെ കുറച്ച് കമ്പനികൾ മാസീവ് സക്സസ് നേടും. ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ പോലുള്ളവ. ആ ചെറിയ ശതമാനം വിന്നേഴ്സാണ് മാർക്കറ്റിന്റെ മുഴുവൻ ഗ്രോത്തും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് ടൈം ലോസസ് കണ്ട് നമ്മൾ പാനിക്കാകും. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിപണിയിൽ നിന്ന് എക്സിറ്റ് ആകും. വിപണിയിലെ മികച്ച അവസരങ്ങളുടെ പ്രശ്നം അവ റെയറാണ്. അവ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവസരത്തിനായി ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ കാത്തിരിപ്പ് തന്നെയാണ് നമുക്ക് മികച്ച അവസരങ്ങളും വിജയവും കൊണ്ടുവരുന്നത്. ക്ഷമയ്ക്ക് പുതിയ അർത്ഥം കണ്ടെത്തണം. പലപ്പോഴും ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നതാണ് വിപണിയിൽ ഏറ്റവും സ്മാർട്ടായ സ്ട്രാറ്റജി. എല്ലായ്പ്പോഴും ജയിക്കേണ്ടതില്ല, കുറച്ച് വലിയ ജയങ്ങൾ മതി. മാർക്കറ്റിൽ തുടരുക എന്നതാണ് പ്രധാനം. സ്വാതന്ത്ര്യം. പണം എന്തിനാണ്? കൂടുതൽ വസ്തുക്കൾ വാങ്ങാനോ?
സ്റ്റാറ്റസ് കാണിക്കാനോ? പണത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമെന്നാൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ജോലി ഉപേക്ഷിക്കാൻ കഴിയുക, സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കുക, ഇല്ല എന്ന് പറയാൻ സാമ്പത്തിക ശേഷി ഉണ്ടാകുക. പലർക്കും വലിയ ശമ്പളമുണ്ടാകും, പക്ഷേ അവർ സമയത്തിൻ്റെ അടിമകളാണ്. EMI, ലൈഫ് സ്റ്റൈൽ പ്രഷർ, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എല്ലാം ചേർന്ന് അവരുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുന്നു. അതേസമയം കുറച്ചു വരുമാനമുള്ള ഒരാൾ ചെലവുകൾ നിയന്ത്രിച്ച് സേവിങ്സ് ഉണ്ടാക്കി ടൈമിൽ റിച്ച് ആയിരിക്കാം. നിങ്ങളുടെ പണം നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ അതോ കൂടുതൽ അടിമത്തമാണോ? അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സമയം നിയന്ത്രിക്കുക എന്നതാണ് പണം നൽകുന്ന ഏറ്റവും ഉയർന്ന ലാഭവിഹിതം. ലക്ഷറി കാറുകൾ, വലിയ വീടുകൾ, ഹൈ എൻഡ് ഗാഡ്ജറ്റ്സ് ഇവയെല്ലാം സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. കാരണം അവ സ്ഥിരമായ ചെലവുകളും സമ്മർദ്ദവും ഉണ്ടാക്കും. യഥാർത്ഥ വെൽത്ത് എന്നാൽ ഓപ്ഷണാലിറ്റി ആണ്, നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ മില്യണയർ ആവുക എന്നതല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സമ്പാദ്യം, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബഫർ സമ്പാദ്യം, സമയത്തിലുള്ള നിയന്ത്രണം, ഇതൊക്കെയാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം. ദ മാൻ ഇൻ ദ കാർ പാരഡോക്സ്, കാറിലെ മനുഷ്യൻ എന്ന വിരോധാഭാസം. നമ്മൾ ആരെയെങ്കിലും ഒരു ലക്ഷറി കാറിൽ കണ്ടാൽ എന്താണ് ആദ്യം തോന്നുന്നത്? വൗ, എത്ര വലിയ ആളാണ്. പക്ഷേ നമ്മൾ ആ കാറിലിരിക്കുന്ന ആളിനെയല്ല കാണുന്നത്, നമ്മൾ നമ്മളെ തന്നെയാണ് ആ കാറിൽ കാണുന്നത്. ഇതാണ് മാൻ ഇൻ ദ കാർ പാരഡോക്സ്. നമ്മൾ വലിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ കൂടിയാണ്. പക്ഷേ മറ്റുള്ളവർ ആ വസ്തുക്കൾ കാണുമ്പോൾ അവയുടെ ഓണറിനെ പറ്റി ചിന്തിക്കുന്നില്ല. അവർ അവരുടെ സ്വന്തം ഈഗോ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഫാന്റസീസ് അതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കാറിനെ അവർ ഓർക്കും, പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസിനെ അല്ല. സ്റ്റാറ്റസ് സീക്കിംഗ് ആണ് ഓവർ സ്പെൻഡിങ്ങിൻ്റെ പ്രധാന കാരണം. ചുറ്റുമുള്ളവർ എന്തു പറയും എന്ന ചിന്ത നമ്മെ അനാവശ്യ ലോണുകൾ, EMI, സ്ട്രെസ് എന്നിവയിലേക്ക് തള്ളും. ബഹുമാനം വില കൊടുത്ത് വാങ്ങാനാകില്ല. വെൽത്ത് കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും വെൽത്ത് ഉണ്ടാകില്ല. കാരണം വെൽത്ത് കാണിക്കാൻ പണം ചെലവഴിക്കണം, അത് സേവിങ്സിനെ ഇല്ലാതാക്കും. അതിനാൽ ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള സ്പെൻഡിങ് ആവശ്യമില്ല. നിശബ്ദമായ കോൺഫിഡൻസ് ആണ് പവർഫുൾ. യഥാർത്ഥ ബഹുമാനം ഉപഭോഗത്തിൽ നിന്നല്ല, സ്വഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാണാത്തതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മൾ സാധാരണ വെൽത്ത് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാർ, ഹൗസ്, വസ്ത്രങ്ങൾ, ജീവിത രീതി. പക്ഷേ സമ്പത്ത് അദൃശ്യമാണ്. നമ്മൾ കാണുന്ന വില കൂടിയ ലൈഫ് സ്റ്റൈലും വില കൂടിയ കാറുമെല്ലാം സ്പെൻഡിങ് ആണ്, വെൽത്ത് അല്ല. യഥാർത്ഥ വെൽത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിൽ, ഇൻവെസ്റ്റ്മെന്റിൽ, എമർജൻസി ഫണ്ടിൽ പുറത്ത് കാണാതെ ഒളിഞ്ഞുകിടക്കുന്നതാണ്. ഒരാൾ 50 ലക്ഷം രൂപ വിലയുള്ള കാർ ഓടിക്കുന്നു, മറ്റൊരാൾ ഓടിക്കുന്നത് ചെറിയ കാറാണ്, പക്ഷേ അദ്ദേഹത്തിന് വലിയ സേവിങ്സ് ഉണ്ട്. ആരാണ് ഇതിൽ വെൽത്തി? രണ്ടാമത്തെയാൾ. കാരണം അവന് ഓപ്ഷൻസ് ഉണ്ട്. പണം ചെലവഴിക്കുന്നത് തൽക്ഷണമായ സന്തോഷം നൽകുന്നു, പണം ലാഭിക്കുന്നത് ഭാവിയുടെ നിയന്ത്രണം നൽകുന്നു. എന്നാൽ സമൂഹം താൽക്കാലികമായ ആനന്ദം ആഘോഷിക്കും, ഡിസിപ്ലിൻ ആഘോഷിക്കില്ല. സമ്പത്ത് നേടാൻ ക്ഷമ, ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, ആത്മനിയന്ത്രണം എന്നിവയെല്ലാം വേണം. വെൽത്ത് ഉണ്ടാക്കുന്നത് ഒട്ടും ആവേശകരമല്ല, അത് ബോറിംഗ് ആണ്. ഈ സത്യം തിരിച്ചറിയണം. സേവ് ചെയ്യുക. പണം സേവ് ചെയ്യുന്നത് വലിയ ശമ്പളം ഉള്ളവർക്ക് മാത്രമുള്ള കാര്യമല്ല. സേവിങ്സ് ഒരു ഇൻകം പ്രോബ്ലം അല്ല, ബിഹേവിയർ പ്രോബ്ലം ആണ്. പലർക്കും തോന്നുന്നത് കൂടുതൽ വരുമാനം കിട്ടിയാൽ ഞാൻ സേവ് ചെയ്ത് തുടങ്ങാം എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? വരുമാനം കൂടുമ്പോൾ ചെലവും കൂടും. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സേവിങ്സ് ഒരിക്കലും ഓട്ടോമാറ്റിക്കായി സംഭവിക്കില്ല. സേവിങ്സിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കൂടുതൽ പണം കാണിക്കുക എന്നതല്ല, മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക എന്നതു മാത്രമല്ല. സേവിങ്സിന്റെ ഏറ്റവും വലിയ ശക്തി അത് നിയന്ത്രണം നൽകുന്നു എന്നതാണ്. സേവിങ്സ് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകുന്നു. ജോലി മാറാനുള്ള ധൈര്യം, എമർജൻസികൾ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷി, തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കാനുള്ള സമയം, കാത്തിരിക്കാനുള്ള ശക്തി. കാത്തിരിക്കുന്നത് ഒരു തന്ത്രമാണ്. പാനിക്കായി തീരുമാനമെടുക്കാതെ ശരിയായ നിമിഷം വരെ കാത്തിരിക്കാൻ സേവിങ്സ് സഹായിക്കും. സേവിങ്സിനെ ആളുകൾ ബോറിംഗ് ആയി കാണുന്നു. കാരണം റിട്ടേൺസ് വിസിബിൾ അല്ല, സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സേവിങ്സ് ഇല്ലാതെ വെൽത്ത് ബിൽഡിംഗ് അസാധ്യമാണ്. ആദ്യം സേവ് ചെയ്യുക, ബാക്കിയുള്ളത് ചെലവഴിക്കുക.
ആദ്യം ചെലവഴിച്ച് ബാക്കിയുള്ളത് സേവ് ചെയ്യാം എന്ന് കരുതരുത്. യുക്തിയേക്കാൾ യുക്തിസഹമായത്. സാമ്പത്തിക പാഠപുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് റാഷണലായ തീരുമാനങ്ങളാണ്. പക്ഷേ മനുഷ്യർ യന്ത്രമനുഷ്യരല്ല. യഥാർത്ഥ ജീവിതത്തിൽ ന്യായമായ തീരുമാനങ്ങൾ യുക്തിസഹമായ തീരുമാനങ്ങളെ ചിലപ്പോൾ മറികടക്കും. യുക്തിസഹമായി നോക്കിയാൽ കൂടുതൽ റിട്ടേൺ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കണം. ചാഞ്ചാട്ടങ്ങളെ ഇഗ്നോർ ചെയ്യണം. ഇമോഷൻസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പാനിക്കാവും, നമ്മൾ ഭയപ്പെടും, നമുക്ക് ആർത്തി വരും, നമ്മൾ പശ്ചാത്തപിക്കും. ഇതെല്ലാം നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ട് തിയറിറ്റിക്കലി ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്താലും ഇത്തരം ചാഞ്ചാട്ടങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആകും. അതിനാൽ ഏറ്റവും യുക്തിസഹമായ പ്ലാൻ പോലും പരാജയപ്പെടും. എന്നാൽ നീതിയുക്തമായ പ്ലാൻ അല്ലെങ്കിൽ റീസണബിൾ ആയ പ്ലാൻ എന്താണ്? സ്ട്രെസ് ഇല്ലാതെ നമുക്ക് നിക്ഷേപങ്ങളിൽ തന്നെ തുടരാൻ കഴിയുന്ന പ്ലാനാണ്. മാർക്കറ്റിൽ വീഴ്ചകൾ വന്നാലും സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ന്യായമായ ഒരു തന്ത്രമാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്ന യുക്തിസഹമായ തന്ത്രത്തെക്കാൾ നല്ലത്. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് ഹാൻഡിൽ ചെയ്യാം, എത്രത്തോളം നഷ്ടം സഹിക്കാനാകും എന്ന സ്വയം ബോധം നമുക്ക് വേണം. ഫിനാൻസിൽ ഈഗോ എന്നത് വളരെ അപകടമാണ്. ഞാൻ സ്മാർട്ടാണ് എന്ന് തെളിയിക്കാൻ റിസ്ക് എടുക്കുന്നത് നമ്മുടെ ദീർഘകാലത്തിലുള്ള സമ്പാദ്യത്തെ ഇല്ലാതാക്കും. അപ്രതീക്ഷിത സംഭവങ്ങൾ. ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ ചരിത്രം എപ്പോഴും അപ്രതീക്ഷിത സംഭവങ്ങളാൽ നയിക്കപ്പെടുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സാധാരണ ആവറേജ് ഫ്യൂച്ചറാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആകണമെന്നില്ല. യുദ്ധങ്ങൾ, മഹാമാരികൾ, വീഴ്ചകൾ എന്നിവയെല്ലാം നമ്മുടെ നിക്ഷേപത്തെ സ്വാധീനിച്ചേക്കാം. കോവിഡ് പോലുള്ള സംഭവങ്ങൾ ആരും കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തതല്ല. പക്ഷേ അത് ലോകത്തിൻ്റെ സാമ്പത്തിക ദിശ തന്നെ മാറ്റി. അതിനാൽ നമ്മുടെ നിക്ഷേപങ്ങളിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മാർട്ടായ സ്ട്രാറ്റജി എന്താണ്? ഇത്തരം പ്രവചനങ്ങളിൽ വീഴാതിരിക്കുക. നമ്മുടെ തയ്യാറെടുപ്പുകൾ ഏറ്റവും നന്നായി ചെയ്യുക. ഇത്തരം അപ്രതീക്ഷിത സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അവയെ അതിജീവിക്കാനാകും. അടിയന്തര ഫണ്ട് രൂപീകരണം, കുറഞ്ഞ സ്ഥിര ചെലവുകൾ, വൈവിധ്യവൽക്കരണം ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഇവ ബോറിംഗ് ആണ്, പക്ഷേ ഇവ കൃത്യമായി പ്രവർത്തിക്കും. തെറ്റുകൾക്ക് ഇടം നൽകുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്നത് എൻ്റെ പ്ലാൻ പെർഫെക്റ്റ് ആണ് എന്നാണ്. പക്ഷേ ഇവയൊന്നും യഥാർത്ഥ ജീവിതത്തിൽ ചിലപ്പോൾ നിലനിൽക്കില്ല. ജീവിതം അനിശ്ചിതമാണ്. ജോലി നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാർക്കറ്റിലെ തകർച്ചകൾ, കുടുംബത്തിലെ എമർജൻസികൾ ഇതെല്ലാം കലണ്ടറിൽ അടയാളപ്പെടുത്തിയതല്ല. അതുകൊണ്ടാണ് തെറ്റുകൾക്ക് ഇടം നൽകുക എന്ന ആശയം പ്രധാനമാകുന്നത്. റൂം ഫോർ എറർ എന്നത് എന്താണ്? എല്ലാം ശരിയാവില്ലെന്ന് മുൻകൂട്ടി അംഗീകരിക്കൽ. തെറ്റുകൾ ഉണ്ടായാലും തകർന്നു പോകാത്ത രീതിയിൽ പ്ലാൻ ചെയ്യൽ. സാമ്പത്തിക കാര്യങ്ങളിൽ ഇത്തരം ചിന്ത ഇല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് പോലും വലിയ നാശം ഉണ്ടാക്കും. ഉദാഹരണത്തിന്, എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഒരു ജോലി നഷ്ടം സംഭവിക്കുന്നത് ദുരന്തമാകും. ചെറിയ വരുമാന നഷ്ടം പോലും നമുക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. തെറ്റുകൾ സംഭവിക്കുന്നത് സാധാരണയാണ്. ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് നമ്മുടെ തീരുമാനമാണ്. റൂം ഫോർ എറർ ഉള്ളവർക്ക് ക്ഷമ ഉണ്ടാകും. മാർക്കറ്റിൽ തകർച്ച വന്നാലും അവർ പാനിക്കാകില്ല. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ബഫർ സമ്പാദ്യം ഉണ്ടാകും. സേവിങ്സ്, സമയം, ഫ്ലെക്സിബിലിറ്റി എല്ലാം ഉണ്ടാകും. യു വിൽ ചേഞ്ച്. നിങ്ങൾ മാറും. നമ്മൾ സാധാരണ ഭാവിയെക്കുറിച്ച് വലിയ പ്ലാനുകൾ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ ഗോൾ, ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പ് പറയും. പക്ഷേ നമ്മൾ മാറും. നമ്മുടെ പ്രയോറിറ്റീസ്, വാല്യൂസ്, ഗോൾസ് എല്ലാം സമയത്തോടൊപ്പം മാറും. 20-ാം വയസ്സിലെ ആഗ്രഹങ്ങൾ 40-ാം വയസ്സിൽ നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ റിജിഡായ പ്ലാനുകൾ അപകടമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. 30 വർഷത്തേക്ക് ലോക്ക് ചെയ്യുന്ന തീരുമാനങ്ങൾ, പുറത്തു കടക്കാൻ സാധിക്കാത്ത ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുകൾ ഇവയെല്ലാം ഭാവിയിൽ നമുക്ക് തന്നെ ഒരു ജയിൽ പോലെ ആയി തോന്നും. ഭാവിയിൽ നമുക്ക് എന്ത് വേണമെന്ന് പ്രവചിക്കുന്നതിൽ നമ്മൾ ദുർബലരാണ്. അതുകൊണ്ട് എല്ലാ ഓപ്ഷനുകളും തുറന്നു വയ്ക്കുക. നമ്മുടെ തീരുമാനങ്ങൾ റിവേഴ്സിബിൾ ആക്കുക. വെൽത്തിൻ്റെ ഒരു വലിയ ഗുണം എന്താണ്? അത് നിങ്ങളുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നു. എല്ലാത്തിനും വിലയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ഉയർന്ന വരുമാനത്തിന് എപ്പോഴും ഒരു വില നൽകണം. പക്ഷേ പലർക്കും ആ പ്രൈസ് കാണാൻ പറ്റില്ല. മാർക്കറ്റിലെ അസ്ഥിരതകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഭയം, സമ്മർദ്ദം ഇതൊക്കെയാണ് ഒളിഞ്ഞുകിടക്കുന്ന ആ വില. അനിശ്ചിതത്വങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം.
സമ്പത്തുണ്ടാക്കണമെങ്കിൽ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ പഠിക്കണം. നിങ്ങൾക്ക് സമ്പത്ത് നേടാനുള്ള ഈ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രതിഫലം അർഹിക്കുന്നില്ല. കഠിനമാണെങ്കിലും ഇതാണ് സത്യം. നിങ്ങളും ഞാനും വ്യത്യസ്ത കളികൾ. ഫിനാൻസിൽ ഓരോരുത്തരും വ്യത്യസ്ത കളികളാണ് കളിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരാളുടെ വിജയത്തെ മറ്റൊരാളുടെ ബെഞ്ച് മാർക്കാക്കുന്നു. എല്ലാവരും ഒരേ ഗെയിമാണ് കളിക്കുന്നത് എന്ന് കരുതുന്നതാണ് പണം സംബന്ധിച്ച ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറിന് ഷോർട്ട് ടൈം പ്രോഫിറ്റാണ് ലക്ഷ്യം. ഒരു ദീർഘകാല നിക്ഷേപകന് ദശാബ്ദങ്ങൾ നീണ്ട കൂട്ടുപലിശയാണ് ലക്ഷ്യം. ഒരു സംരംഭകന് വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ നോർമലാണ്. ശമ്പള വരുമാനമുള്ള ഒരു ജീവനക്കാരന് സ്ഥിരതയുള്ള നിക്ഷേപം പ്രധാനമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ട്രേഡറിൻ്റെ നേട്ടങ്ങൾ കണ്ട് നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു. ബിസിനസ്സുകാരൻ്റെ ജീവിതശൈലി കണ്ട് ജീവനക്കാരൻ റിസ്ക് എടുക്കുന്നു. ഇത് തെറ്റായ ഗെയിമിൽ തെറ്റായ തന്ത്രം ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉപദേശം അപകടകരമാകുന്നത് ഇവിടെയാണ്. ഒരാളിന് ഫലിക്കുന്ന തന്ത്രം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെന്നില്ല. സന്ദർഭം മനസ്സിലാക്കാതെ ഉപദേശം പിന്തുടരുന്നത് സാമ്പത്തികമായ ദുരന്തം ആകാം. സോഷ്യൽ മീഡിയ കമ്പാരിസൺ വളരെ അപകടമാണ്. അവിടെ നിങ്ങൾ കാണുന്നത് ഹൈലൈറ്റ്സ് ആണ്. റിസ്കുകൾ, സ്ട്രെസ്, തോൽവികൾ ഒന്നും പുറത്തേക്ക് കാണില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ സക്സസ് എന്നത് വ്യക്തിപരമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ സമാധാനം, ഇതാണ് ശരിയായ അളവുകോൽ. നിരാശയുടെ ആകർഷണം. നിരാശയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ചീത്ത വാർത്തകൾ, തകർച്ചകൾ, തോൽവികൾ ഇവയെല്ലാം നമ്മെ കൂടുതൽ വേഗത്തിൽ സ്വാധീനിക്കും. കാരണം നെഗറ്റീവ് വാർത്തകൾ സത്യമാണെന്ന് തോന്നും. ഭയം നമ്മളെ ഉടൻ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും. ഏറ്റവും മോശം വാർത്തകൾ ഏറ്റവും വേഗത്തിൽ പ്രചരിക്കും. ന്യൂസ് ചാനലുകൾ, സോഷ്യൽ മീഡിയ, വിദഗ്ധർ എല്ലാവരും നെഗറ്റിവിറ്റി പരത്തും. മാർക്കറ്റ് കൂപ്പുകുത്തി, ഇക്കോണമി തകർന്നടിഞ്ഞു, ഇത്തരം ഹെഡ്ലൈനുകളാണ് ഏറ്റവും ജനപ്രിയം. പക്ഷെ ചരിത്രം എന്താണ് പറയുന്നത്? ദീർഘകാലത്തിൽ മാർക്കറ്റിന് എപ്പോഴും പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ക്രാഷസ് എന്നത് താൽക്കാലികമാണ്. വിജയം എന്നത് വളരെ സ്ലോ ആണ്. ഓപ്റ്റിമിസം എന്നത് ബോറിംഗ് ആണ്, സ്ലോ ആണ്. അത് തലക്കെട്ടുകൾ ഉണ്ടാക്കില്ല, പക്ഷേ അത് പ്രവർത്തിക്കും. അന്ധമായ ശുഭാപ്തി വിശ്വാസം വേണമെന്നില്ല, പക്ഷേ ക്രോണിക് പെസിമിസം അപകടമാണ്. എന്തും വിശ്വസിക്കുന്ന സമയം. ഫിനാൻസിൽ സ്റ്റോറീസ് ഫാക്റ്റിനേക്കാൾ പവർഫുൾ ആണ്. മാർക്കറ്റ് ഉയരുന്ന സമയത്ത് ആളുകൾ കരുതും ഈ ട്രെൻഡ് എക്കാലവും നിലനിൽക്കുമെന്ന്. അവർ കൂടുതൽ വാങ്ങും. മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ആളുകൾ കരുതും ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന്. അവർ തങ്ങളുടെ നിക്ഷേപം വിറ്റുമാറും. മാർക്കറ്റ് കുതിക്കുന്നു, മാർക്കറ്റ് തകരുന്നു. ഇത്തരം നെറേറ്റീവ്സ് അപകടമാണ്. അവ സങ്കീർണമായ സാഹചര്യങ്ങളെ ലളിതമായി ഒറ്റ വാക്കിൽ നിർവചിക്കാൻ നോക്കുന്നു. അത് നമ്മുടെ കൺഫർമേഷൻ ബയസ് ശക്തമാക്കും. നമ്മൾ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കൂ. പലപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കില്ല. വസ്തുതകളേക്കാൾ കഥകൾ നമ്മുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തും. കൺഫർമേഷൻ ബയസ് എപ്പോഴും അപകടകരമാണ്. ജനപ്രിയ ആഖ്യാനങ്ങൾ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പോംവഴി. ജനപ്രിയമായ നരേറ്റീവുകളെ ചോദ്യം ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, വിലയിരുത്തുക. വസ്തുതകളും കഥകളും വേർതിരിച്ചു കാണുക. അസ്ഥിരത എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. വെൽത്ത് ബിൽഡിങ്ങിന് ഒരൊറ്റ ഗോൾഡൻ റൂൾ ഇല്ല. പക്ഷേ ചില അടിസ്ഥാന തത്വങ്ങൾ ഒരുമിച്ച് പാലിച്ചാൽ ദീർഘകാലത്തിൽ വിജയസാധ്യത വളരെയധികം കൂടും. എന്തൊക്കെയാണ് ആ അടിസ്ഥാന തത്വങ്ങൾ? ബിഹേവിയർ എന്നത് ബുദ്ധിയേക്കാൾ വലുതാണ്. നിങ്ങൾ എത്ര സ്മാർട്ട് ആണ് എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത്. പാനിക് ആകാതിരിക്കുക, സ്ഥിരത പാലിക്കുക, ഈഗോ നിയന്ത്രിക്കുക. ഇവയാണ് സമ്പാദ്യത്തിൻ്റെ സൈലന്റ് ഡ്രൈവേഴ്സ്. ടൈം ഈസ് ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. കോമ്പൗണ്ടിങ്, പേഷ്യൻസ്, സർവൈവൽ എല്ലാം സമയത്തോടൊപ്പം പ്രവർത്തിക്കുന്നു. കുറഞ്ഞ കാലത്തെ ബ്രില്യൻസ് അല്ല, ദീർഘകാലത്തെ ക്ഷമയാണ് നമുക്ക് വേണ്ടത്. റൂം ഫോർ എറർ പ്ലസ് ഫ്ലെക്സിബിലിറ്റി. ജീവിതം പ്രവചനാതീതമാണ്. അതുകൊണ്ട് നമ്മുടെ പ്ലാനുകൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിക്ഷേപം, കുറഞ്ഞ ചെലവുകൾ, മാർജിൻ ഓഫ് സേഫ്റ്റി ഇവയില്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സന്ദർഭം മതി എല്ലാം തകർക്കാൻ. ഡിഫൈൻ യുവർ ഇനഫ്. ഒരിക്കലും തീരാത്ത ആഗ്രഹം നാശത്തിലേക്ക് നയിക്കും. എനിക്ക് ഇത്ര മതി എന്നറിയുന്നവർക്ക് റിസ്കുകൾ കൺട്രോൾ ചെയ്യാം. നമുക്ക് സമാധാനമുണ്ടാകും. നല്ല സാമ്പത്തിക ഫലങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലത്തിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന യുക്തിസഹമായ തീരുമാനങ്ങളുടെ ഒരു ശേഖരത്തിൽ നിന്നാണ്. ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു.
കണക്കുകളും ഫോർമുലകളും മാത്രമല്ല, നമ്മുടെ വികാരങ്ങളും അനുഭവങ്ങളുമാണ് സാമ്പത്തിക തീരുമാനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ക്ഷമ, നിയന്ത്രണം, ദീർഘകാല ചിന്ത, വ്യക്തിഗത ലക്ഷ്യങ്ങളോട് ചേർന്ന തീരുമാനങ്ങൾ എന്നിവയാണ് സാമ്പത്തിക വിജയത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം. പണത്തെ കൂടുതൽ ബുദ്ധിയോടെ, ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രായോഗിക മാർഗദർശക ഗ്രന്ഥമായി ഈ പുസ്തകം മാറുന്നു.